ആലിലത്താലി. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. കൃഷ്ണ അമ്പരപ്പോടെ ഹരിയെ നോക്കി നിന്നു. അയാളെ ഇത്രയ്ക്കടുത്ത് ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് അവൾ ഓർത്തു. ഹരിയേട്ടാ, എന്താ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഹരി ഒന്നും മിണ്ടാതെ കുളത്തിലേക്ക് നോക്കിയിരുന്നു. അവൾ അയാളുടെ അരികിലായി പോയിരുന്നു. എന്താ ഹരിയേട്ടാ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? എന്നോടെന്തോ പറയാനുണ്ടെന്ന് ഗോതുചേട്ടൻ പറഞ്ഞല്ലോ. അയാൾ തിരിഞ്ഞവളുടെ മുഖത്തേക്ക് നോക്കി. കൃഷ്ണ ഞെട്ടിപ്പോയി. കാരണം അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കൃഷ്ണ ഒരിക്കലും അയാളുടെ അങ്ങനൊരു ഭാവം കണ്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഗൗരവത്തിൽ മാത്രമേ അവനെ കണ്ടിരുന്നുള്ളൂ. അവളുടെ മനസ്സിൽ അയാളുടെ മുഖം വേദനയുളവാക്കി. അവൻ കുടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് അവന്റെ രൂപം കണ്ടതും മനസ്സിലായി. എന്താ ഹരിയേട്ടാ, എന്തിനാ കരയുന്നത്? എന്തിനാ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നതെന്ന് പറയ ഹരിയേട്ടാ. അവൾ അയാളുടെ ചുമലിൽ കുലുക്കിക്കൊണ്ട് ചോദിച്ചു. വേണി. ഹരി ഒരു പൊട്ടിക്കരച്ചിലോടെ ഇരു കൈകൾ കൊണ്ടും അവളെ കെട്ടിപ്പിടിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ ചുമലിൽ തല ചായ്ച്ച് അയാൾ കരഞ്ഞുകൊണ്ടിരുന്നു. കൃഷ്ണ ഞെട്ടിത്തരിച്ചുപോയി. സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവാതെ അവൾ ഒരു നിമിഷം തറഞ്ഞിരുന്നു. അയാളുടെ ആ വിളി അവളെ അത്ഭുതപ്പെടുത്തി. അവൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അയാളെ തള്ളിമാറ്റാൻ നോക്കി. പക്ഷെ അയാൾ അവളെ ഒന്നുകൂടി ഇറുക്കി പുണരുകയാണ് ചെയ്തത്. അവൾ കുതറി മാറാൻ ശ്രമിക്കുന്തോറും അയാളുടെ കൈകൾ കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹരിയേട്ടാ, പ്ലീസ് എന്നെ വിട്. ഹരിയേട്ടാ, എനിക്ക് പോണം. നാളെ എന്റെ കല്യാണമാണ് ഹരിയേട്ടാ. എന്നെ ഒന്നും ചെയ്യല്ലേ ഹരിയേട്ടാ, പ്ലീസ് ഹരിയേട്ടാ. പക്ഷെ അവൻ അവളുടെ കരച്ചിൽ കേട്ടില്ല. അവളുടെ എതിർപ്പുകളൊക്കെ അവന്റെ ആ കൈക്കരുത്തിന് മുന്നിൽ ഒന്നുമില്ലാതെയായി. അവളെ ഒന്ന് കേൾക്കുക പോലും ചെയ്യാതെ അവൻ അവളിലേക്ക് അലിഞ്ഞു ചേരാനായി തുടങ്ങി. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നിന്നവൾ ഒറ്റ നിമിഷം അവനെ തള്ളി മാറ്റിയതും ഹരി മദ്യലഹരിയിൽ ആ പടവിലേക്ക് തളർന്നു വീണിരുന്നു. കൃഷ്ണ കണ്ണുകൾ വലിച്ചു തുറന്നു. എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഹരി ആ പടവുകളിൽ മയങ്ങിക്കിടക്കുന്ന കണ്ടു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. പാതിയിലധികം അഴിഞ്ഞുപോയ വസ്ത്രങ്ങൾ വാരിച്ചുറ്റി പടവുകൾ കയറി. അടഞ്ഞുകിടന്ന വാതിലിലേക്ക് നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു. ഇവിടേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ചു. അവൾ ചുമരിലൂടെ ഊർന്ന് താഴേക്കിരുന്ന് കാൽമുട്ടുകളിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. രാവിലെ ഇന്ദു കൃഷ്ണയുടെ റൂമിലേക്ക് അവളെ വിളിക്കാനായി ചെന്ന് നോക്കുമ്പോൾ അവളെ അവിടെ കണ്ടില്ല. ഇന്ദു അവിടെയെല്ലാം അന്വേഷിച്ചു. പക്ഷേ കൃഷ്ണയെ എവിടെയും കണ്ടില്ല. അവർ വെപ്രാളത്തോടെ പുറത്തേക്ക് വരുമ്പോഴാണ് വാസുവിനെ കൊണ്ട് ആശുപത്രി പോയ വണ്ടി തിരിച്ചു വന്നത്. ഗോവിന്ദും കിരണും കൂടി വാസുവിനെ വണ്ടിയിൽ നിന്നും ഇറക്കി അകത്തേക്ക് നടന്നു. കിരൺ ഇന്ദുവിനോടായി പറഞ്ഞു, പേടിക്കണ്ട അപ്പച്ചി, വല്യച്ഛന് ഗ്യാസ് കയറിയതാ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഡോക്ടർ പറഞ്ഞു നേരം വെളുത്തിട്ട് പോകാമെന്ന്. അതാ പിന്നെ വൈകിയത്. പക്ഷെ ഇന്ദു അവിടെ തന്നെ പകച്ചു നിന്നു. എന്താ അപ്പച്ചി, എന്താ ഇങ്ങനെ നോക്കുന്നേ? മോനെ കിച്ചു, കിച്ചുവിനെ കാണാനില്ല. ഞാൻ അവിടെയൊക്കെ നോക്കി. ഗോവിന്ദ് ഞെട്ടി. അയാളുടെ നെഞ്ചിൽ ഒരു മിന്നൽപ്പിറർ പാഞ്ഞുപോയി. അവൻ വേഗം കുളപ്പുരയിലേക്ക് ഓടി. അത് കണ്ട് കിരണും ഇന്ദുവും അവന്റെ പിന്നാലെ ചെന്നു. അവൻ ചെന്ന് കുളപ്പുരയുടെ വാതിൽ തുറന്നതും അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടി ഒരടി പിന്നിലേക്ക് മാറിപ്പോയി. പുറകിൽ വന്ന ഇന്ദുവും കിരണും ആ കാഴ്ച കണ്ട് തളർന്നു വീഴാൻ പോയ ഇന്ദുവിനെ കിരൺ താങ്ങിപ്പിടിച്ചു. വസ്ത്രങ്ങളാകെ അലങ്കോലമായി വാരിച്ചുറ്റി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ കണ്ണടച്ചിരിക്കുകയായിരുന്നു കൃഷ്ണ. അവളുടെ അരികിലായി തല കുനിച്ചുകൊണ്ട് ഹരിയും നിൽക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദ് പാഞ്ഞു ചെന്ന് ഹരിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചലറി. എന്താ ഹരി, നീ എന്താടാ ഈ കാണിച്ചത്? സംസാരിക്കാൻ പറഞ്ഞല്ലേ ഞാൻ ഇവിടെ നിന്ന് പോയത്? നീ എന്ത് മഹാപാപമാണടാ ചെയ്തു വെച്ചിരിക്കുന്നത്? ഗോവിന്ദ് അവനെ പിടിച്ചുലച്ചുകൊണ്ട് കരഞ്ഞു. ഹരി അയാളുടെ കയ്യിൽ നിന്നും ഊർന്ന് താഴേക്കിരുന്നു. ഇരു കൈകളിലും മുഖം ചായച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. കൃഷ്ണ പക്ഷേ അനങ്ങിയില്ല. അവൾക്ക് ജീവനുണ്ടോന്ന് പോലും തോന്നിപ്പോയി. ശബ്ദം കേട്ട് മാധവനും ബാക്കിയുള്ളവരും ഓടി വന്നു. അവിടെ കണ്ട കാഴ്ച അയാളുടെ സമനില തെറ്റിച്ചു. അയാൾ ഹരിയെ കോളറിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് ഇരു കവളിലും മാറി മാറി അടിച്ചു. എടാ ദ്രോഹി, നശിപ്പിച്ചല്ലോടെ എല്ലാം. എന്തിനാടാ എന്റെ മോളോട് ഈ മഹാപാപം ചെയ്തത്? അവൾ നിന്നോടൊക്കെ എന്ത് ദ്രോഹമാ ചെയ്തത്? അയാൾ കലി തീരാതെ വീണ്ടും വീണ്ടും അവനെ തല്ലി. ഹരി ഒന്ന് എതിർക്കുക പോലും ചെയ്യാതെ എല്ലാ തല്ലും ഏറ്റുവാങ്ങി. ഗോവിന്ദ് വന്ന് അയാളെ തടഞ്ഞു. മാധവൻ തിരിഞ്ഞ് കൃഷ്ണയെ നോക്കി. അവൾ അപ്പോഴും കണ്ണു തുറന്ന് നിർജീവമായി എങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. അയാൾ അവളെ ഇരുതോളിലും പിടിച്ച് എഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. ഇന്ദുവും വന്ന് അവളെ താങ്ങി. രണ്ടുപേരും കൂടി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹരി വീണ്ടും തളർന്ന് ആ പടിക്കെട്ടിലേക്ക് തന്നെ ഇരുന്നു. അവന്റെ ചുണ്ടുപൊട്ടി ചോര ഒലിച്ചിറങ്ങി. രവിയും ഗോവിന്ദും വന്ന് അവനെ വിളിച്ചു. അവൻ രവിയെ നോക്കി കരഞ്ഞു.
തെറ്റ് പറ്റിപ്പോയി അച്ഛാ. ഒരു നിമിഷത്തേക്ക് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ അച്ഛാ. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കൊന്നും വേണ്ട, അവളെ മാത്രം മതി. അമ്മാനോട് പറയുവോ എനിക്ക് അവളെ തന്നേക്കാൻ? ഞാൻ ആരോട് കാല് വേണമെങ്കിലും പിടിക്കാം. എനിക്ക് അവളില്ലാതെ പറ്റില്ലച്ചാ. അവൻ അയാളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ഗോവിന്ദൻ രവിയും തളർന്നു നിന്നു. ഇന്ദു കൃഷ്ണയെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി അവളെ കിടക്കയിൽ കൊണ്ട് കിടത്തി. അപ്പോഴെല്ലാം അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. കൃഷ്ണ എല്ലാം ഒരു പാവ കണക്കെ അനുസരിച്ചു. പൂർണ്ണമായല്ലെങ്കിലും തന്റെ ശരീരത്തിൽ ആദ്യമായി തൊട്ട പുരുഷൻ. പുറത്തുള്ളവർ അതിനെ പലതായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊന്നും ആ നിമിഷം അവൾ തിരുത്താൻ പോയില്ല. കാരണം ഇനി മറ്റൊരാൾക്ക് സ്വന്തമാകാൻ അവൾക്ക് കഴിയില്ലെന്ന് അവൾക്ക് സ്വയം തോന്നി. തളർന്നിരുന്ന മാധവന്റെ അരികിലേക്ക് വാസു വന്നു. മാധവൻ അയാളെ ശ്രദ്ധിക്കാതെ തന്നെ ഇരുന്നു. എന്നിട്ടും വാസു പറഞ്ഞു തുടങ്ങി. മാധവ, നിന്നോട് എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷെ പറയാതിരുന്നിട്ടും കാര്യമില്ലല്ലോ. നടന്നുകൂടാത്തതാണ് നടന്നത്. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം കഴിഞ്ഞു പോയില്ലേ. ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കണ്ടേ? രവിക്ക് നിന്നോട് പറയാൻ പേടി, അതാ ഞാൻ വന്നത്. ഹരി കിച്ചുമോളെ കല്യാണം കഴിക്കട്ടെ. അതല്ലേ ഇനി അതിനൊരു പരിഹാരം. എല്ലാവരും അറിഞ്ഞില്ലേ, അതുകൊണ്ട്. മാധവൻ കണ്ണിലെരിയുന്ന കണ്ണുകളോടെ അയാളെ നോക്കി പറഞ്ഞു. അത് ശരി. അപ്പൊ വെടക്കാക്കി തനിക്കാക്കാമെന്നായിരുന്നു അല്ലേ അവൻ എന്റെ കുട്ടിയോട് ചെയ്തത്? കൊല്ലും ഞാൻ ആ പട്ടിയെ. അവനെ പോലൊരു പെണ്ണുപിടിയന് കൊടുക്കില്ല ഞാൻ എന്റെ കുഞ്ഞിനെ. അയാൾ നിന്ന് കിതച്ചു. വാസു അയാളുടെ അരികിലേക്ക് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. മാധവ, നീ നിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണെന്നറിയാം. നീ പറഞ്ഞതെല്ലാം ശരിയുമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൾക്കാരൊക്കെ എപ്പോ എത്തിത്തുടങ്ങും കല്യാണത്തിനായിട്ട്? അവരോടൊക്കെ നീ എന്തു പറയും? അതിപ്പോൾ എല്ലാവരും അറിഞ്ഞു. ഇതറിഞ്ഞ് നീ വേറെ ആരെങ്കിലും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ? നീ അതുകൂടി ഒന്ന് ആലോചിക്കടാ. മാധവൻ ആകെ തളർന്ന് താഴേക്കിരുന്നു. അയാളുടെ നെഞ്ച് ഇപ്പൊ പൊട്ടിപ്പോകുമെന്ന് അയാൾക്ക് തോന്നി. ഏട്ടാ, ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ മോള്. നീ പോയി മോളോട് പറയ്. അവളെ അത് പറഞ്ഞ് സമ്മതിപ്പിക്ക്. ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മാധവൻ കുറച്ചു നേരം എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ചിരുന്നു. പിന്നെ മുകളിൽ കൃഷ്ണയുടെ റൂമിലേക്ക് നടന്നു. അവിടെ ഇപ്പോൾ ഇന്ദുവിന്റെ മടിയിൽ തല വെച്ച് കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. മാധവൻ ചെന്ന് അവളുടെ അടുത്തിരുന്ന് അവളെ വിളിച്ചു. അവൾ കണ്ണു തുറന്ന് അയാളെ നോക്കി. കിച്ചുട്ടാ, മോളെ, അച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ എന്റെ മോൾ അനുസരിക്കുമോ? അവൾ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ഇന്ന് മോളുടെ കല്യാണമല്ലേ? എല്ലാരും ഇപ്പോൾ വന്നു തുടങ്ങും. അവരോടൊക്കെ എന്താ പൊന്നോ അച്ഛൻ പറയുക? അയാൾ ഒരു നിമിഷം നിർത്തി അവളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ തുടർന്നു. മോളെ, നിശ്ചയിത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം കഴിക്കണം. ഹരി നിന്നെ വിവാഹം കഴിക്കും. ഞാനത് തീരുമാനിച്ചു. എന്റെ മോള് അതിന് എതിരൊന്നും പറയരുത്. ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റു. ഇന്ദു എന്തോ പറയാൻ വന്നതും കൈയെടുത്ത് വിലക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. മുഹൂർത്തത്തിന് മുൻപ് മോളെ ഒരുക്കിക്കൊണ്ട് വാ. അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഇന്ദു കൃഷ്ണയെ നോക്കി. അവളുടെ മുഖത്ത് അപ്പോഴത്തെ ഭാവം എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. തിരുമേനി പൂയിച്ചു കൊടുത്ത താലി മാധവൻ ഹരിയെ ഏൽപ്പിച്ചു. അവനത് കൃഷ്ണയുടെ കഴുത്തിൽ ചാർത്തി. ആ നിമിഷം മാത്രമാണ് അവൾ തല ഉയർത്തി അയാളെ നോക്കിയത്. പകയെരിയുന്ന കണ്ണുകളോടെ അവളുടെ നോട്ടം നേരിടാനാവാതെ അവൻ മുഖം കുനിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അമ്പലം വലം വെച്ച് വരുമ്പോൾ കൃഷ്ണ കണ്ടു നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ. താലികെട്ട് കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി. സദ്യയുടെ തിരക്കെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ആൾക്കാരുടെ മുറുമുറുപ്പുകൾ മാധവനെയും കുടുംബത്തെയും വിഷമത്തിലാക്കി. ഒന്ന് രണ്ട് പേര് അയാളോട് നേരിട്ട് തന്നെ ചോദിച്ചു. അയാൾ എന്തൊക്കെയോ പറഞ്ഞ് അവരിൽ നിന്നും രക്ഷപ്പെട്ടു. കൃഷ്ണ ഒരു യന്ത്രകണക്കെ എല്ലാം അനുസരിച്ചു. വൈകിട്ട് ഇന്ദു കൃഷ്ണയെ അന്വേഷിച്ചു വരുമ്പോൾ രാവിലത്തെ അതേ വേഷത്തിൽ കാൽമുട്ടിൽ മുഖം ചേർത്ത് കട്ടിലിരിക്കുന്നവളെയാണ് കണ്ടത്. ഇന്ദുവിന് അത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരവളുടെ അടുത്തേക്ക് ചെന്ന് കട്ടിലിരുന്ന് അവളുടെ നെറുകയിൽ തലോടി. കിച്ചുട്ടാ, എഴുന്നേൽക്ക് മോളെ. എന്തിരിപ്പാ ഇത്? കുളിച്ച് ഈ ഡ്രസ്സ് മാറ്റി താഴേക്ക് വാ. ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ മോള്. എഴുന്നേറ്റ് വാ. അവൾ തല ഉയർത്തി അവരെ നോക്കി. അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. ഇന്ദു അവളുടെ തലയിലെ പൂവെല്ലാം വരിഞ്ഞു മാറ്റി സാരിയെല്ലാം മാറ്റി അവളെ ബാത്റൂമിലേക്കാക്കി. അപ്പോഴും അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ട് ഷവർ തുറന്നു. തലയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങിയപ്പോൾ അവൾ ഇന്ദുവിനെ നോക്കി. അവർ അവൾക്ക് നേരെ ഒരു ടവല് നീട്ടി. കൃഷ്ണ അത് വാങ്ങി. ഇന്ദു അലമാരിയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കൃഷ്ണയ്ക്ക് കൊടുത്തു. മോളെ, ഇതിട്ടിട്ട് താഴേക്ക് വാ. അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. അവൾ തലയാട്ടി. ഇന്ദു താഴേക്ക് പോയി.
കൃഷ്ണ കുറച്ചു നേരം കൂടി ആ നിൽപ്പ് തുടർന്നു. പിന്നെ ഡ്രസ്സ് മാറി താഴേക്ക് പോയി. താഴെ എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്കരികിലേക്ക് ചെന്നു. അവൾ എല്ലാവരെയും നോക്കി. നോട്ടം ഹരിയിലെത്തിയപ്പോൾ അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ നോട്ടം മാറ്റി മാധവനോടായി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ നാളെ രാവിലെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും. എല്ലാവരും അവളെ അത്ഭുതത്തോടെയാണ് നോക്കിയത്. ഹരി അവളുടെ വാക്കുകൾ കേട്ട് തരിച്ചിരുന്നു. മാധവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ പറയുന്നത്? ഇത്ര പെട്ടെന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അവൾ തീക്ഷ്ണമായി എല്ലാവരെയും നോക്കി. എന്ത് ചടങ്ങ്? എല്ലാ ചടങ്ങും നോക്കിയാണോ ഈ വിവാഹം നടന്നത്? ഒന്നും വേണ്ട, ഒരു ചടങ്ങും വേണ്ട. നാളെ രാവിലെ ഞങ്ങൾ പോകും. അതെന്റെ തീരുമാനമാണ്. എല്ലാരും കൂടി എനിക്കൊരു ഭർത്താവിനെ കണ്ടുപിടിച്ചു തന്നതല്ലേ, എന്റെ സമ്മതം പോലും ചോദിക്കാതെ. എല്ലാവരുടെയും അഭിമാനത്തിനും വാശിക്കും വേണ്ടി ഞാൻ തോറ്റു തന്നില്ലേ? അപ്പൊ ഞാൻ പറയുന്നതും എല്ലാവരും കേൾക്കണം. നാളെ രാവിലെ എനിക്ക് പോണം. അവൾ ഒരു വാശിയോടെ പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി. ആരും ഒന്നും മിണ്ടാനാവാതെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് വാസു എല്ലാവരോടുമായി പറഞ്ഞു, ശരി, എല്ലാരും പോയി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നോക്കൂ. നാളെ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ടതല്ലേ. എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോയി. ഹരി കുളപ്പടവിലേക്ക് നടന്നു. അത് കണ്ട് ഗോവിന്ദ് അവന്റെ പുറകെ ചെന്നു. അയാൾ ചെല്ലുമ്പോൾ ഹരി പടവിൽ കിടന്ന് കണ്ണുകൾ മുകളിലേക്ക് വെച്ച് ഇരു കയ്യും കെട്ടി കിടക്കുകയായിരുന്നു. പക്ഷെ ഇരു കൺകോണിലൂടെയും കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഗോവിന്ദ് അവന്റെ അടുത്തിരുന്ന് ഹരിയുടെ കൈക്ക് മുകളിൽ കൈവച്ചു. ഹരി അയാളെ നോക്കി. ഞാനൊരു ശാപം പിടിച്ച ജന്മമാണ് അല്ലേടാ. എല്ലാവർക്കും സങ്കടങ്ങൾ കൊടുക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. വേണ്ടായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അത് കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മാത്രം വിഷമിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാരണം എല്ലാവരും. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. അന്ന് അന്ന് ഞാനങ്ങ് തീർന്നാൽ മതിയായിരുന്നു. ഹരി മുഖം കയ്യിൽ താങ്ങി പൊട്ടിക്കരഞ്ഞു. ഗോവിന്ദ് എന്തു പറയണമെന്നറിയാതെ തളർന്നിരുന്നു. ഹരി, എന്താടാ ഇത്? മതി ഇങ്ങനെ സ്വയം ഒരുങ്ങിയത്. ഇപ്പോൾ നീ ആഗ്രഹിച്ച പോലെ അവൾ നിനക്ക് സ്വന്തമായില്ലേ? പിന്നെ അവളുടെ ദേഷ്യം, അത് നിന്നെപ്പറ്റി എല്ലാം അറിയുമ്പോൾ മാറും. അവൾ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. ഹരി, എനിക്കുറമ്പുണ്ട്. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നീ വന്ന് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക്. നാളെ പോകണ്ടേ? അവർ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. പിന്നെ വന്ന് ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോയി. ഹരി കൃഷ്ണയുടെ റൂമിലേക്ക് കടക്കാനായതും കൃഷ്ണ പുറത്തേക്ക് വന്നു. അവനെ കണ്ടതും അവൾ മുഖം തിരിച്ച് താഴോട്ട് പോയി. ഹരിക്ക് പെട്ടെന്ന് വിഷമം തോന്നി. അവൻ ഗോവിന്ദന്റെ അരികിലേക്ക് പോയി അവിടെ കിടന്നു. ഗോവിന്ദ് അവനോട് എന്തോ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും അത് വേണ്ടെന്ന് വെച്ച് അവൻ അരികിൽ കിടന്നു. കൃഷ്ണ താഴേക്ക് ചെന്നു. ഇന്ദുവിനരികിൽ ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. അമ്മേ, അമ്മ ഇന്ന് എനിക്ക് ചോറ് വാരിത്തരുമോ? നാളെ തൊട്ട് ഇനി ഒറ്റയ്ക്കല്ലേ. എന്റെ അച്ഛനെ അമ്മയെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. എന്താ കിച്ചൂട്ടാ, അങ്ങനെയൊന്നും പറയില്ലേ. എങ്ങനെയാ എന്റെ മോൾ ഒറ്റയ്ക്കാവുന്നത്? നിന്റെ ഇഷ്ടത്തോടെയല്ല ഹരി നിന്റെ കഴുത്തിൽ താലി കെട്ടിയതെങ്കിലും മോളുടെ ഭർത്താവാണ് ഹരി ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇനി മോള് അവനെ സ്നേഹിച്ചു തുടങ്ങണം. ഇനി മോള് എല്ലാത്തിനും അവനൊപ്പം ഉണ്ടാകണം. അവനോട് ക്ഷമിച്ച് നല്ലൊരു ജീവിതം എന്റെ കുഞ്ഞ് തുടങ്ങണം. അവർ ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് അവൾക്ക് വാരിക്കൊടുത്തു. കൃഷ്ണ കണ്ണീരോടെ അതെല്ലാം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് കൃഷ്ണ മാധവൻ കിടക്കുന്നിടത്തേക്ക് ചെന്നു. അയാളുടെ അരികിൽ ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്താ കിച്ചൂട്ടാ, എന്തു പറ്റി അച്ചയുടെ മോക്ക്? ഉറങ്ങുന്നില്ലേ? റൂമിലേക്ക് ചെല്ല്. ഹരി അവിടെ ഉണ്ടാകും. പോയി കിടന്നുറങ്ങ്. നാളെ രാവിലെ പോകണ്ടേ? അച്ഛാ, ഞാൻ ഇന്ന് അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടന്നോട്ടെ. ഇന്നും കൂടിയല്ലേ അതിന് പറ്റൂ. നാളെ മുതൽ നിങ്ങളെ കാണാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ. അവൾ കരച്ചിലോടെ അയാളെ കെട്ടിപ്പിടിച്ചു. കിച്ചൂട്ടാ, അതെങ്ങനെയാ മോളെ? പെൺകുട്ടികളുടെ വിവാഹം വരെ മാത്രമേ അവളുടെ വീട് അവൾക്ക് സ്വന്തമായുള്ളൂ. അത് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് അവരുടെ വീട്. അവിടെയുള്ളവരാണ് അവളുടെ എല്ലാം. അച്ഛനും അമ്മയ്ക്കും എല്ലാം പിന്നെ അവളൊരു വിരുന്നുകാരി മാത്രമാണ്. മോൾക്കും ഇനി അങ്ങനെ തന്നെ ആവണം. ഇനി ഹരിയാണ് മോൾക്കെല്ലാം. അവനെ സ്നേഹിച്ചു വേണം നീ കഴിയാൻ. അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അവൾ ഉറങ്ങിയിരുന്നു. ഇന്ദു വന്നപ്പോഴേക്കും മാധവനും ഉറങ്ങി. ഇന്ദുവും അവരുടെ അരികിൽ കിടന്ന് തോരാത്ത കണ്ണുമായി. രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് പോകാനായി ഒരുക്കം തുടങ്ങി. കൃഷ്ണ അവളുടെ ഡ്രസ്സെല്ലാം സാധനങ്ങളും എടുത്ത് ഒരു ബാഗിൽ ഒതുക്കി വെച്ചു. 8 മണിയോടുകൂടി അവർ യാത്ര തുടങ്ങി. എല്ലാവരും അവരവർ വന്ന കാറിൽ തന്നെയാണ് തിരിച്ചത്. ഗോവിന്ദ് മാത്രം കിരണിന്റെ ഒപ്പം കൂടി. ആദി വാസുവിന്റെയും കുടുംബത്തിന്റെ ഒപ്പം. രവിയും ഭാര്യ സുമതിയും കൃഷ്ണയും ഹരിയും പിൻസീറ്റിലിരുന്നു. ഹരിയും മനുവും ഫ്രണ്ടിൽ പോയി. ആരും ഒന്നും മിണ്ടിയില്ല. കൃഷ്ണ പുറത്തേക്ക് നോക്കി ഇരുന്ന് കണ്ണുകൾ അടച്ചു. ഹരി നോക്കുമ്പോഴെല്ലാം അവൾ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു.
ഉച്ചയോടുകൂടി കോട്ടയത്തെത്തി. ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. കൃഷ്ണ അപ്പോഴും ആഹാരം കഴിക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഹരിയും കഴിച്ചില്ല. അവിടുന്ന് മനുവാണ് കാറെടുത്തത്. വൈകുന്നേരം 5 മണിയോടുകൂടി അവർ വീട്ടിലെത്തി. സുമതി അകത്തുപോയി നിലവിളക്ക് കൊണ്ടുവന്ന് കൃഷ്ണയുടെ കയ്യിൽ കൊടുത്തു. അവൾ അതുമായി പൂജാമുറിയിലെത്തി അവിടെ വിളക്ക് വെച്ച് തൊഴുതു. സുമതി അവളെ അവഗണിച്ച് അകത്തേക്ക് പോയി. രവി അവളെ ഹരിയുടെ റൂമിൽ എത്തിച്ചു. മോളെ, ഇതാണ് ഇനി മോളുടെ മുറി. ബാഗ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഒരുപാട് നേരം യാത്ര ചെയ്തതല്ലേ, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. അവൾ തലകുലുക്കി. അയാൾ പുറത്തേക്ക് പോയി. അവൾ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കണ്ടു ഹരി ഡ്രസ്സ് മാറുന്നത്. അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഹരി കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നതും അവൾ വീണ്ടും റൂമിലേക്ക് ചെന്നു. അവൾ കിടക്കയിലിരുന്ന് കണ്ണുകൾ കടഞ്ഞു പോകുന്ന പോലെ, ആരോ വിളിക്കുന്ന പോലെ തോന്നി. എഴുന്നേറ്റപ്പോൾ അരികിൽ ആദി. അവൾ സമയം നോക്കി. 8 മണി. വാ ചേച്ചി, ഭക്ഷണം കഴിക്കാം. അവിടെ എല്ലാവരും ഇരുന്നു. അച്ഛൻ പറഞ്ഞു ചേച്ചിയെ വിളിക്കാൻ. വാ ചേച്ചിയെ. കൃഷ്ണ എഴുന്നേറ്റ്. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അവൾ ചെല്ലുമ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി കഴിഞ്ഞിരുന്നു. അവൾ ഒരു പ്ലേറ്റ് എടുത്ത് ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. സുമതിയുടെ മുഖം വീർത്ത് കെട്ടിയിരുന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് പോയി. ഹരി റൂമിലേക്ക് വരുമ്പോൾ അവൾ താഴെ കാൽമുട്ടിൽ മുകളിൽ മുഖം വെച്ച് കുനിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ കുറച്ചുനേരം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. പിന്നെ അവളുടെ അരികിൽ വന്ന് അവളുടെ ചുമലിൽ കൈവച്ചു. അവൾ ഞെട്ടി മുഖമുയർത്തി. അവന്റെ കൈ വെറുപ്പോടെ തട്ടിമാറ്റി എഴുന്നേറ്റ് അവനെ നോക്കി. തൊട്ടുപോകരുതെന്നെ. അവൾ അവനെ നോക്കി അമർഷത്തോടെ ഉറക്കെ പറഞ്ഞു. കൃഷ്ണ കോപം കൊണ്ട് നിന്ന് വിറയ്ക്കുകയായിരുന്നു എന്ന് തോന്നി ഹരിക്ക്. ആ ഒരു അങ്കലാപ്പോടെയാണ് അവൻ അവളെ നോക്കിയത്. തൊട്ടു പോകരുതെന്നെ. ഒരിക്കൽ നിങ്ങൾ അത് ചെയ്തു. പക്ഷെ ഇനി എന്റെ ദേഹത്ത് എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനെല്ലാം മറന്ന് നിങ്ങളെ സ്വീകരിച്ചെന്നോ? അത് ഈ ജന്മത്തുണ്ടാകില്ല. കാരണം ഞാനിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങളെയാണ്. എന്നെപ്പോലെ സാധാരണ ഒരു പെണ്ണിന് ജീവനേക്കാൾ വലുതായി അവൾ കാണുന്നത് സ്വന്തം അഭിമാനമാണ്. ആ എന്റെ ആഗ്രഹമാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. അവൾ വിതുമ്പലോടെ പറഞ്ഞു. പിന്നെ ഉറച്ച ശബ്ദത്തിൽ വീണ്ടും അവനെ നോക്കി. ഞാൻ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത് എന്റെ അച്ഛനെയും അമ്മയുമാണ്. അവർക്ക് വേണ്ടി മാത്രമാണ്. അവർ മറ്റാരുടെയും തല ഒഴിച്ചു നിൽക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഹരി ഒന്നും പറയാനാവാതെ തല ഒഴിച്ചു നിന്നു. ഇതെല്ലാം കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്നവനറിയാം. അവൾ തുടർന്നു. നിങ്ങൾക്കറിയില്ല ഒരച്ഛന്റെയും അമ്മയുടെയും മനസ്സ്. ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെ ജീവിച്ചതാ എന്റെ അച്ഛനും അമ്മയും. അവർ ജീവിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണ്. ഞാനായിരുന്നു അവരുടെ സ്വപ്നം. എന്നെ ചുറ്റി മാത്രമായിരുന്നു അവരുടെ ലോകം. അവർ ആഗ്രഹിച്ച പോലെ അവരുടെ ഇഷ്ടത്തോടെ ഒരാളുടെ കൈ പിടിക്കാനേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരാൾ അവരുടെ 22 വർഷത്തെ സ്വപ്നമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ചവിട്ടിയരച്ച് കളഞ്ഞത്. കൃഷ്ണ നിന്ന് കിതച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീർ തന്നെ മുക്കിക്കളയുമെന്ന് ഹരിക്ക് തോന്നി. എന്തു വലിയ തെറ്റാണ് താൻ ചെയ്തതെന്ന് അവന് മനസ്സിലായി. ചെയ്തു പോയ തെറ്റോത്ത് ആ നിമിഷത്തെ 1000 വട്ടം മനസ്സിൽ ശപിച്ച് അവൻ നിശബ്ദതയ്ക്ക് ശേഷം അവൾ തുടർന്നു. വിവാഹ ദിവസം സ്വപ്നം കണ്ടുള്ള ഒരുപാട് ആഗ്രഹത്തോടെ എന്നെ സ്വന്തമാക്കണമെന്ന് കരുതിയ ഒരു പാവം മനുഷ്യന്റെ വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരുപാടൊന്നുമില്ലെങ്കിലും വിവാഹം ഉറപ്പിച്ച അന്നു മുതൽ അയാളെ സ്വപ്നം കണ്ടു കഴിഞ്ഞ ഒരു പെണ്ണിന്റെ മോഹങ്ങളും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അതൊക്കെ ഒരു ഹൃദയമുള്ളവർക്കേ മനസ്സിലാവൂ. നിങ്ങൾക്ക് അതില്ല. നിങ്ങൾക്ക് പെണ്ണെന്ന് പറഞ്ഞാൽ വെറും ശരീരം മാത്രമാണ്. ശരീരം കൊണ്ട് അവളെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ മനസ്സുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. അവൾ പറഞ്ഞു നിർത്തി അവനെ നോക്കി. ഹരി അവളെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളും ആ നിമിഷം നിറഞ്ഞിരുന്നു. അവൾ അവനരികിലേക്ക് ചെന്ന് താലിമാല ഒരു കയ്യാൽ ഉയർത്തി അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു. ഈ താലിയുടെ അവകാശത്തിൽ ഇനി എന്റെ മുന്നിൽ വരരുത്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചു തന്നത്. ഇപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ എന്റെ വിവാഹം കഴിഞ്ഞു. ഭർത്താവിന്റെ വീട്ടിലാണ്. ഇനി ആരും എന്നെയും എന്റെ വീട്ടുകാരെയും നിങ്ങൾ ചെയ്ത നീചപ്രവർത്തന പേരിൽ അപമാനിക്കില്ല. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. ഇനി എനിക്കിത് വേണ്ട. അവൾ താലിമാല വലിച്ചു പൊട്ടിച്ച് ഹരിക്ക് നേരെ നീട്ടി. അവളുടെ ആ പ്രവൃത്തിയിൽ അയാൾ സ്തബ്ധനായി നിന്നു. അവന് ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. അവൾ ആ മാല മേശയ്ക്ക് മുകളിൽ വെച്ചു. എന്നിട്ട് തലാണ എടുത്തിട്ട് നിലത്ത് കിടന്ന് തല അതിൽ വെച്ചു. ഹരി എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. അവനൊന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. എങ്ങോട്ടാണെന്നറിയാതെ അവൻ നടന്നു നടന്ന് അയാൾ ഗോവിന്ദന്റെ വീട്ടിലെത്തി. അവനെ വിളിച്ചു.
ഹരിയുടെ വരവും അവന്റെ അപ്പോഴത്തെ ഭാവവും ഗോവിന്ദനെ വല്ലാതെ വിഷമിപ്പിച്ചു. അയാൾ അവനെ അകത്തേക്ക് കൊണ്ടുപോയി. റൂമിലെത്തിയ ഹരി കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഗോവിന്ദ് അത് നോക്കി നിന്നു. കരയട്ടെ, അവന്റെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർക്കട്ടെ. കുറെ നേരം ഹരി ആ കിടപ്പ് കിടന്നു. അവസാനം ഗോവിന്ദ് അവനെ എഴുന്നേൽപ്പിച്ച് കാര്യം തിരക്കി. എടാ, ഞാൻ അവളോടെല്ലാം തുറന്നു പറയാൻ പോയതാ. പക്ഷെ അവൾ അവൾ പറഞ്ഞത് കേട്ടപ്പോൾ ഒന്നും വേണ്ടായിരുന്നു തോന്നി. ഒന്നും. എന്താ ഹരി? അവൾ എന്താ പറഞ്ഞത്? ഹരി നടന്നതെല്ലാം അവനോട് പറഞ്ഞു. താലിമാല വലിച്ചു പൊട്ടിച്ചത് സഹിതം. ഹരി, നീ വിഷമിക്കാതെ. അവൾ അവളുടെ സങ്കടം മുഴുവൻ പറഞ്ഞു തീർത്തതായിരിക്കും. നീ സമാധാനപ്പെട്. നാളെ നമുക്ക് അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. നിന്നെക്കുറിച്ച് എല്ലാം അറിയുമ്പോൾ അവൾ നിന്നോട് ക്ഷമിക്കും. അവൾക്കെല്ലാം മറക്കാൻ കുറച്ച് സമയം കൊടുക്ക്. പിന്നെ നീ ഇന്നിനി അവളുടെ അടുത്തേക്ക് പോണ്ട. ചിച്ചു അവളുടെ സങ്കടം കരഞ്ഞു തീർക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് പോയി അവളോടെല്ലാം പറയാം. നീ ഇപ്പൊ കിടന്നുറങ്ങൂ. ഗോവിന്ദ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഹരിക്കും മനസ്സൊരല്പം അയവ് വന്ന പോലെ തോന്നി. നാളെ അവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം എന്ന വിശ്വാസത്തോടെ അവൻ കിടന്നു. രാവിലെ ഗോവിന്ദന്റെ വീട്ടിൽ നിന്നും ഫ്രഷായി ചായയും കുടിച്ച് അവർ ഹരിയുടെ വീട്ടിലെത്തി. ഗോവിന്ദ് സിറ്റ് ഔട്ടിലിരുന്നു. ഹരി അകത്തേക്ക് കയറിപ്പോയി. റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കൃഷ്ണയെ അവിടെ എങ്ങും കണ്ടില്ല. ബാത്റൂമിൽ ഉണ്ടാകുമെന്ന് കരുതി, പക്ഷെ ശബ്ദമൊന്നും കേൾക്കാതെയായപ്പോൾ പതിയെ തുറന്നു നോക്കി. അതും ആരും ഉണ്ടായിരുന്നില്ല. അവൻ പുറത്തു കടന്ന് അവിടെയെല്ലാം നോക്കി. അവളെ കണ്ടില്ല. അടുക്കളയിൽ ചെന്നപ്പോൾ സുമതി നിൽക്കുന്ന കണ്ടു. അവരവനെ നോക്കി. എന്താ? അത് വേണിയെ കണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. അവര് വെറുപ്പോടെയാണ് മുഖം തിരിച്ചത്. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രവിയെ കണ്ടു. അച്ഛാ, വേണിയെ കണ്ടോ? ഞാൻ ഇവിടെയെല്ലാം നോക്കി, അവളെ കാണാനില്ല. ഞാൻ കണ്ടില്ല ഹരി. രാവിലെ ആ കുട്ടി എവിടെ പോകാനാ? നീ അകത്തെല്ലാം നോക്കൂ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഗോവിന്ദം അവരുടെ അരികിലേക്ക് വന്ന് കാര്യം തിരക്കി. എല്ലാം അറിഞ്ഞപ്പോൾ അയാൾ ഹരിയെയും കൊണ്ട് അവന്റെ റൂമിലേക്ക് ചെന്നു. ഹരി റൂമാകെ നോക്കി. അവൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് കാണാനില്ലായിരുന്നു. ഹരി തളർന്ന് കട്ടിലേക്കിരുന്നു. അപ്പോഴാണ് മേശയുടെ മുകളിൽ ആ കടലാസ് കണ്ടത്. അവൻ അതെടുത്ത് വേഗം വായിച്ചു. ഞാൻ പോകുന്നു. ആരും എന്നെ അന്വേഷിച്ചു വരരുത്. വന്നാൽ പിന്നെ ഒരിക്കലും ആരും എന്നെ കാണില്ല. കയ്യിലിരുന്ന താലിമാലയ്ക്ക് കൃഷ്ണ ഒന്നുകൂടി നോക്കി. കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ നീർമുത്തുകൾ ആ മാലയിൽ വീണു. അന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം മേശയ്ക്ക് മുകളിൽ ലെറ്റർ വെച്ച് തിരിഞ്ഞപ്പോൾ അറിയാതെ കൈകൾ അവൾ വലിച്ചു പൊട്ടിച്ച മാലയിലേക്ക് നീണ്ടു. എന്തിനായിരുന്നു അന്നതെടുത്ത് നെഞ്ചോട് ചേർത്തതെന്ന് അറിയില്ല. ഇന്നും എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചാണത് വെച്ചിരിക്കുന്നത്. ഇന്നും അത് കയ്യിലേക്ക് എടുക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ്. ആരും അറിയാതെ, താൻ പോലും അറിയാതെ മനസ്സിലുണ്ടാവുന്ന ഒരു വിങ്ങൽ. വേണ്ട, ഒന്നും ഓർക്കണ്ട. എല്ലാം എന്നോടുകൂടി അവസാനിക്കട്ടെ. കൃഷ്ണ മാല തിരികെ ബാഗിൽ വെച്ച് അവനടുത്തേക്ക് ചെന്ന് കിടന്നു. അനുവിന്റെ അടുത്തേക്ക് ചെന്ന് കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് എപ്പോഴോ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അനുവിനെ വിളിച്ചു. അനു, എടി, എണ്ണിക്കുന്നില്ലേ നീ? നേരം 8 മണിയായി. എഴുന്നേറ്റ് വാ, ഓഫീസിൽ പോണ്ടേ? കൃഷ്ണ അവളെ കുലുക്കി വിളിച്ചെങ്കിലും അനു ചൊടിച്ചുകൊണ്ട് എഴുന്നേറ്റു. എടി ഭദ്രകാളി, നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഞാൻ വരുന്നില്ലെന്ന്. പിന്നെന്തിനടി ദുഷ്ട എന്നെ വിളിച്ചുണർത്തിയത്? മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. ഒന്ന് പോടി കാളി, ഞാൻ കുറച്ചും കൂടി കിടന്നുറങ്ങട്ടെ. അനു തലയിൽ കൂടി പുതപ്പെടുത്തു മൂടിക്കിടന്നു. നീ ശരിക്കും പറഞ്ഞതാണോ? ഞാൻ കരുതി ഇന്നലെ വാശിക്ക് പറഞ്ഞതാണെന്ന്. നീ ഇല്ലെങ്കിൽ ഞാനും പോകുന്നില്ല. ഇന്നലെ തന്നെ നീ ഇല്ലാതെ ഞാൻ ബോറടിച്ച് പണ്ടാരമടങ്ങി. ഇന്നും കൂടി എനിക്കൊന്നും അത് വയ്യ. ദൈവമേ, പണി പാളിയോ? അവള് പോയില്ലെങ്കിൽ ഇന്നത്തെ കാര്യം മൊത്തം കുളമാകും. അനു തലയിൽ നിന്നും പുതപ്പ് മാറ്റി കൃഷ്ണയെ നോക്കി. എന്റെ പൊന്നു കിച്ചു, നീയും കൂടി പോകാതെ എങ്ങനെയാ ശരിയാവുക? ഒന്നാമത് ഗോവിന്ദ് സാറ് ലീവാണ്. എല്ലാവരും ലീവായാൽ ഓഫീസിൽ ആരെങ്കിലും വേണ്ടേ? പറഞ്ഞു കഴിഞ്ഞാണ് അനുവിന് മനസ്സിലായത് പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന്. കൃഷ്ണ അനുവിനെ കലിപ്പിച്ചു നോക്കി. അതെങ്ങനെ നിനക്ക് മനസ്സിലായി അങ്ങേര് ലീവാണെന്ന്? സത്യം പറടി, ഇത് നിങ്ങളുടെ പ്ലാനല്ലേ? ഒന്നുമില്ലെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയല്ലേ രണ്ടുപേരും കൂടി? എന്റെ പൊന്നു കിച്ചു, നീ എന്നെ സംശയിക്കല്ലേ. ഞാൻ പറഞ്ഞത് സത്യമാണ്. പിന്നെ അയാളുടെ ലീവിന്റെ കാര്യം, അത് അന്നാ കാറിൽ കയറി ലിഫ്റ്റ് അടിച്ചു പോയില്ലേ, അപ്പോ അയാൾ പറഞ്ഞതാണ് 2 ദിവസം ലീവാണെന്ന്. അനു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഈശ്വര, സത്യം അറിയുന്നെന്ന് ഈ ഭദ്രകാളി എന്റെ തല വെട്ടി രക്തം കുടിക്കും. എന്നെ കാത്തോളണേ ദൈവങ്ങളെ. എടി, നീ വേഗം പോകാൻ നോക്ക്, ലേറ്റ് ആക്കണ്ട. അനു വീണ്ടും പുതച്ചു മൂടി കിടന്നു. കൃഷ്ണ വേഗം ഭക്ഷണം കഴിച്ചൊരുങ്ങി അനുവിനടുത്തേക്ക് വന്നു. പക്ഷേ അവൾ നല്ല ഉറക്കമായത് കണ്ട് താഴേക്ക് പോയി. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു പോകുന്ന കൃഷ്ണയെ അനു ബാൽക്കണിയിൽ നിന്നും കണ്ടു. അവൾ കണ്ണിൽ നിന്നും മറിഞ്ഞും കയ്യിലിരിക്കുന്ന ഫോൺ എടുത്ത് ഗോവിന്ദന്റെ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്ത് ഫോൺ എടുക്കുന്ന കാത്ത് അവൾ ഇരുന്നു.
ഫോൺ എടുത്തതും അവൾ പറഞ്ഞു, എടോ കുഞ്ഞിരാമ, അവള് പോയി. താൻ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്താ തന്റെ പ്ലാൻ? നിർത്തി നിർത്തി ചോദിക്കെന്റെ ഉണ്ണി, എന്നാലല്ലേ മറുപടി പറയാൻ പറ്റൂ. ഉണ്ണിയോ? അതാരാ ഇപ്പോ? ഉണ്ണി. ഉണ്ണിയാർച്ചയെ ഞാനൊന്ന് ഷോർട്ടാക്കി ഉണ്ണി എന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. നീ വേണമെങ്കിൽ എന്നെ കുഞ്ഞിന്നോ രാമാന്നോ വിളിച്ചോ. അപ്പൊ ടാലിയാകുമല്ലോ. എന്താടി, ഇഷ്ടായോ? കുഞ്ഞിയല്ല, കഞ്ഞിയാണ് കഞ്ഞി. എടോ, താൻ എപ്പോഴാ വരുന്നതെന്ന് പറ. എന്റെ ഉണ്ണിമോള് പോയി കുളിച്ച് പല്ലൊക്കെ തേച്ച് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുമ്പോ ഞാൻ അങ്ങ് എത്തിക്കോളാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താ? ഓ ശരി, എന്നാ നല്ല കുട്ടിയായിട്ട് ചെല്ല്. ഞാൻ ഇപ്പൊ വരാം. ഗോവിന്ദ് ഫോൺ വെച്ചു. അനു കുറച്ചു നേരം കൂടി അവന്റെ ഫോൺ വിളിയുടെ ഹാങ് ഓവറിൽ നിന്നു. അവള് കുളിച്ച് റെഡിയായി താഴെ വന്നപ്പോഴേക്കും ഗോവിന്ദന്റെ കാർ മുറ്റത്തെത്തിയിരുന്നു. കാറിന്റെ ശബ്ദം കേട്ട് മാധവനും ഇന്ദുവും പുറത്തേക്ക് ഇറങ്ങി വന്നു. കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ഗോവിന്ദനെ കണ്ട് രണ്ടാളുടെയും മുഖം ഇരുണ്ടു. അത് കണ്ട അനുവിന്റെ മുഖവും വാടി. ഗോവിന്ദ് അവളെ നോക്കി കണ്ണടച്ച് സാരമില്ല എന്ന് പറഞ്ഞു. ഗോവിന്ദ് നടന്ന് മാധവന്റെ അരിയിലെത്തി. അങ്കിൾ. മാധവൻ അയാളെ രോഷത്തോടെ നോക്കി. എന്തിനാ വന്നത്? ഇനിയും എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാനാണോ? ഒരിക്കൽ നീയും നിന്റെ കൂട്ടുകാരനും കൂടി അവളെ വേദനിപ്പിച്ചു. വീണ്ടും അതൊക്കെ ആവർത്തിക്കാനാണോ നിന്റെ ഈ വരവ്? അതിനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം ഇനി എന്റെ മോളെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളൊന്ന് എല്ലാം മറന്നു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും നീ എത്തി അതെല്ലാം ഓർപ്പിക്കാൻ. ഇനി പുറകെ കൂട്ടുകാരും എത്തും അല്ലേ? മാധവൻ നിന്ന് വിറച്ചു. ഗോവിന്ദ് അയാളുടെ കൈ രണ്ടും പിടിച്ച് അയാളോട് പറഞ്ഞു, അങ്കിൾ, എനിക്കറിയാം അങ്കിളിന്റെയും ആന്റിയുടെയും ഇപ്പോഴത്തെ മാനസികാവസ്ഥ. അങ്കിൾ പറയുന്നതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളതും കൂടി അങ്കിൾ കേൾക്കണം. എന്നിട്ട് എന്നിട്ട് അങ്കിൾ ഒരു തീരുമാനം എടുക്കണം. പ്ലീസ് അങ്കിൾ, എനിക്ക് പറയാനുള്ളത് ഒരു വട്ടം കേൾക്കൂ. എന്താ നിനക്ക് പറയാനുള്ളത്? അയാൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഹരിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. മാധവന്റെ മുഖം വലിഞ്ഞു മുറുകി. എങ്കിലും അയാൾ പെട്ടെന്ന് ആ ഭാവം മാറ്റി അവനോട് പറഞ്ഞു, വാ, അകത്തിരുന്ന് സംസാരിക്കാം. അയാൾ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ദു, ചായ എടുക്ക്. വേണ്ടെങ്കിൽ, ഇപ്പൊ ഒന്നും വേണ്ട. എനിക്ക് പറയാനുള്ളത് പറയട്ടെ ആദ്യം. പിന്നെ ആന്റിയും കൂടി കേൾക്കണം ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് മുൻപോട്ട് പോകാൻ. ശരി, പറഞ്ഞു. അങ്കിൾ വിചാരിക്കുന്ന പോലെ എന്റെ ഹരി ഒരു പെണ്ണുപിടിയൊന്നുമല്ല. അവൻ പാവമാണ്. ഹരി ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് അവന്റെ അച്ഛനും പിന്നെ കൃഷ്ണയും. കൃഷ്ണയോടുള്ള അവന്റെ ഇഷ്ടം ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. 7 വർഷമായി അവന്റെ ഉള്ളിൽ കിച്ചു മാത്രമേ ഉള്ളൂ. ഗോവിന്ദ് പറയുന്ന ഓരോ വാക്കും അവർ അത്ഭുതത്തോടെയും അതിലുപരി വേദനയോടെയും കേട്ടിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഗോവിന്ദ് മുഖമുയർത്തിയപ്പോൾ കണ്ടു തന്നെ നോക്കി 6 മിഴികൾ, അതും കരഞ്ഞുകൊണ്ട്. മാധവൻ ഇരു കൈയും മുഖമുയർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി. ഇന്ദു സാരി തലപ്പുകൊണ്ട് വായ പൊത്തി കരച്ചിലടക്കി പറഞ്ഞു, ഈശ്വര, ഇത്രയൊക്കെ അനുഭവിക്കാൻ എന്റെ കുട്ടി എന്തു പാവം ചെയ്തു? ഞാൻ അറിഞ്ഞില്ലല്ലോ ഒന്നും. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവനെ ആ ദുരിതക്കുഴിയിൽ വിട്ടിട്ട് പോരുമായിരുന്നില്ലല്ലോ. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അനു നിറമിഴികളോടെ ഗോവിന്ദനെ നോക്കിക്കൊണ്ട് ഇന്ദുവിന് പുറകെ പോയി. ഗോവിന്ദ് എഴുന്നേറ്റ് മാധവന്റെ അരികിൽ വന്ന് മുട്ടുകുത്തിയിരുന്നു. അയാളുടെ ഇരു കൈകളും പിടിച്ചു. അയാൾ തല ഉയർത്തി അവനെ നോക്കി ഇടറിയ സ്വരത്തിൽ ചോദിച്ചു, ഇനി എന്താ മോനെ നമ്മൾ ചെയ്യുക? എനിക്ക് അവനെ കാണണം. അവനെ എനിക്ക് വേണം. എന്റെ മോളെ ഇത്രയേറെ സ്നേഹിക്കുന്നവനെ ഇത്രയും നാൾ അകറ്റി നിർത്തി. ഒരുപാട് ശപിച്ചു. അതിനെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. നമുക്കവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ നോക്കാം. എന്റെ പൊന്നു പോലെ ഹരിക്കുട്ടനെ ഞാൻ നോക്കിക്കോളാം. അവന് കിട്ടാതെ പോയതെല്ലാം ഞങ്ങൾ കൊടുത്തോളാം. നമുക്കവനെ എത്രയും വേഗം കൊണ്ടുവരണം. ഇനി അവൻ ആരുമില്ലാത്തവനെ പോലെ കഴിയണ്ട. അങ്കിൾ, കിച്ചു, അവൾ പ്രശ്നമുണ്ടാക്കില്ലേ? അവളോട് എല്ലാം പറഞ്ഞിട്ട് പോരെ? അവളോടെല്ലാം പറയണം. പക്ഷെ അതിനു മുൻപ് നമുക്ക് പോയി ഹരിയെ കൊണ്ടുവരണം. ശരി അങ്കിൾ. അങ്കിളിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ എതിര് പറയുന്നില്ല. പക്ഷെ ഇനി ഒരിക്കലും അവനെ വേദനിപ്പിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി ഒരു പക്ഷെ അവന് ഉണ്ടായിന്ന് വരില്ല. ഇല്ല മോനെ, ഞങ്ങൾ ഒരിക്കലും ഇനി അവനെ വിഷമിപ്പിക്കില്ല. ഞാൻ പറഞ്ഞത് കിച്ചുവിന്റെ കാര്യമാണ്. ഇല്ല ഗോവിന്ദ്, അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്നാ പോകേണ്ടത്? ഇന്ന് തന്നെ പോകാം. ഇനി താമസിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ പോകാം. പിന്നെ മോൻ അവിടേക്ക് വിളിച്ചു വരുന്ന കാര്യം ഹരിയുടെ അവിടെയുള്ളവരോട് പറഞ്ഞേക്കൂ. ശരി അങ്കിൾ. ഗോവിന്ദ് ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. മാധവൻ അകത്തു നിന്ന് ഇന്ദുവിനോടും അനുവിനോടും കാര്യങ്ങൾ ധരിപ്പിച്ചു. എന്നിട്ട് പോകാനായി ഒരുങ്ങി. ഭക്ഷണം കഴിച്ച് ഗോവിന്ദും മാധവനും യാത്ര പുറപ്പെട്ടു. തൽക്കാലം കൃഷ്ണയോടൊന്നും പറയേണ്ടെന്ന് അവർ തീരുമാനിച്ചു.
രാത്രി 8 മണിയോടുകൂടി അവർ തിരുവനന്തപുരത്ത് എത്തി. അവിടെ ഒരു ഹോട്ടലിൽ തങ്ങി. രാവിലെ 9 മണിയോടുകൂടി കീഴൂർമഠത്തിലെത്തി. കേശവൻ വൈദ്യർ അവരെയും പ്രതീക്ഷിച്ച് അവിടെ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ വരൂ, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദ് ഇന്നലെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഹരിയോട് പറഞ്ഞു. അയാളും നിങ്ങളെ കാത്തിരിക്കുകയാണ്. പിന്നെ മാധവനോടായി അയാൾ തിരിഞ്ഞു. എല്ലാം ഇയാൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനിയും അയാളെ വിഷമിപ്പിക്കാതിരിക്കുക. മനസ്സ് തുറന്ന് സ്നേഹിക്കുക. ഇപ്പൊ നിങ്ങൾ വന്നത് നന്നായി. അയാളുടെ മനസ്സ് കൈവിട്ടു പോകാൻ തുടങ്ങുകയായിരുന്നു. ഇത്രയും നാൾ ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ അയാളെ പിടിച്ചു നിർത്തി. ഇനിയും വൈകാൽ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്താ എന്താ ഹരിയുടെ ശരിക്കുമുള്ള അസുഖം? മാധവൻ ചോദിച്ചു. ഡിപ്രഷനിലേക്ക് പോകാനുള്ള മനസ്സിന്റെ മുന്നൊരുക്കം. ഇപ്പോൾ അതാണ് അയാളുടെ അവസ്ഥ. അതിനുള്ള ഏക മരുന്ന് താങ്കളുടെ മകളുടെ സ്നേഹവും സാമീപ്യവും മാത്രമാണ്. ശരി, ഞങ്ങൾ അവനെ കൊണ്ടുപോയിക്കോട്ടെ? ഓ, കൊണ്ടുപോയിക്കോളൂ. പിന്നെ മരുന്നെല്ലാം കൃത്യമായി കൊടുക്കണം. അറിയാലോ, മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും അയാളോട് പറയല്ലേ. അകത്തേക്ക് ചെന്നോളൂ. അവർ എഴുന്നേറ്റു. ഗോവിന്ദ് മുന്നിൽ നടന്നു, മാധവൻ പിന്നാലെയും. ഹരിയുടെ മുറിയുടെ വാതിൽക്കലെത്തി. ഗോവിന്ദ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി, ഒപ്പം മാധവനും. ശബ്ദം കേട്ട് ജനലരികിൽ നിന്ന് ഹരി തിരിഞ്ഞു നോക്കി. ഗോവിന്ദ് അവനരികിൽ ചെന്ന് കെട്ടിപ്പിടിച്ചു, ഒപ്പം ഹരിയും. മാധവൻ അത് നോക്കി നിന്നു. ഹരി മാധവന്റെ അരികിൽ വന്ന് അവളെ നോക്കി. മോനെ ഹരി. ഹരി അപ്പോഴേക്കും അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു പോയിരുന്നു. അടുത്ത ഭാഗം പെട്ടെന്ന് തന്നെ തരാം. അപ്പൊ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്ത് ഒപ്പം ഉണ്ടാവണേ. നന്ദി.